Friends, welcome back to my channel, and first of all, this is me Sadhika and this is my channel Shining Star. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഒരു കാര്യം പറയാം. ഞാൻ ക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. ബിക്കോസ് എൻ്റെ എക്സാമൊക്കെ തുടങ്ങാറായി, പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ കുറച്ച് തിരക്കായി. പിന്നെ എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് നല്ല അലങ്കോലമായി കിടക്കുകയാണ്. ബെഡിന് നല്ല ക്ലീൻ ആക്കാണ്ട്. ബെഡിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അതിങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത്. കാരണം എൻ്റെ അമ്മയുടെ തുണികളാണ്. എൻ്റെ അമ്മയുടെ പുതിയൊരു വാർഡ്രോബ് അലമാര ഇന്ന് മേടിക്കും. അപ്പോൾ അപ്പോഴേ ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ്. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മിനി നോട്ട്ബുക്കാണ്. ഓക്കെ, ഞാൻ കുറേ വട്ടം ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും വീണ്ടും ഉണ്ടാക്കാനൊരു തോര അത്ര തന്നെ. ജസ്റ്റ് ഒരു A4 ഷീറ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് പീസായിട്ടൊക്കെ കട്ടാക്കണം. നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി നമുക്ക് സ്കെയിലിൻ്റെ ആവശ്യം. കത്രയും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ പോർഷൻസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ വരും. ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് വേണ്ട ഒരു സൈസ്, നിങ്ങളുടെ ബുക്കിന് എത്ര സൈസ് വേണം ആ ഒരു സൈസിൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് മടക്കിയിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി വിടാം. എന്നിട്ട് ഇതൊന്ന് തുറന്നു കൊടുക്കാം. നമുക്കിവിടെ കുറേ കോളം കാണാം. ഇത്രയും കോളംസ് നമുക്കൊന്ന് വെട്ടി എടുക്കാം. ട്രേസ് എല്ലാം നമ്മൾ വെട്ടി ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഞാൻ ഇങ്ങനെ തുറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ തുറക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയാണോ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം പേപ്പർ കൂടെ വേണം. ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെ ഈ ഒരു പോർഷൻ നമ്മളിങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ചു കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വരയ്ക്കുന്നത് ഒരു ഗ്രിഡ് പാറ്റേൺ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു മാർക്കർ ഇവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് ലൈൻസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് ഇടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും രണ്ട് പേജസ് എടുത്തിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വെച്ചിട്ട് ഈ ഒരു പോർഷനിലും നമുക്ക് ഇതേ സെയിം ഡിസൈൻ തന്നെ കൊടുക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിലും ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടത് പശയാണ്. അപ്പം ഞാൻ ഇവിടെ പശ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പശ എടുത്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഇതിന് അകത്തോട്ട് വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം. മനസ്സിലായോ? മനസ്സിലാവാത്തവർക്ക് ഞാനിവിടെ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇത് വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം, ഒട്ടിക്കാം. ഇങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആവും. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ,
അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചിലതിൽ നമ്മളിങ്ങനെ ഇത് ഒട്ടിച്ചാലും ഇത് ചിലതൊക്കെ ഒന്നും ഒട്ടത്തില്ല, നമ്മുടെ ഈ അകത്തിരിക്കുന്ന പേജസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റാപ്ലെയർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോർഷൻ എടുക്കാം. ഞാൻ ഈ ഒരു പോർഷൻ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ സ്റ്റാപ്ലെയർ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാപ്ലെയറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് അടച്ചിട്ട് ഇവിടെയും കൂടെ ഒന്ന് കൊടുത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇരിക്കാറില്ല. ഇവിടെയും കൂടെ നമ്മൾ ഒന്ന് കൊടുക്കും. ഇനി ഡബിൾ ഓക്കെ, നമ്മുടെ ബുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയും കുറച്ച് പരിപാടികളുണ്ട്. ഇതിങ്ങനെ സൈഡിൽ കിടക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ തീം എടുത്തത് കൊണ്ടാണ് യെല്ലോ ആയിട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം എടുക്കാമെന്ന് ഞാൻ 5-6 പ്രാവശ്യം പറയുന്നുണ്ട്. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുക്കാം. എന്നിട്ട് ഇത് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റിക്കർ എടുത്തോട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ സ്റ്റിക്കർ ഇല്ലെന്ന് വെച്ചാൽ അതുപോലൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ യെല്ലോ തീം എടുക്കാനുള്ള കാരണം എൻ്റെ യെല്ലോ സ്റ്റിക്കറേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ യെല്ലോ എടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അറഞ്ചും കുറഞ്ചും സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ച് ക്യൂട്ടാക്കി കൊടുക്കാം. നമ്മൾ യെല്ലോ തീമിലുള്ള ഞാൻ പിന്നെ ഇത് മേടിച്ചത് മീഷോയിൽ നിന്നാണ്. 199 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള 20 ഷീറ്റ് വരുന്ന 100+ സ്റ്റിക്കർ ഉണ്ട് ഇതിൽ. ഓക്കെ, നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് സുന്ദരനാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അകത്തല്ല, പുറത്ത്. ഞാനൊരു ഡയറിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഹലോ പാൻഡാന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതുണ്ടാക്കാൻ ഞാൻ അത്രയ്ക്കൊന്നും പഠിപ്പിക്കണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എല്ലാവർക്കും ഇതുണ്ടാക്കാനായിട്ട് സാധനം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ലവ് യു ആൻഡ് ബൈ. എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.